നമ്മുടെയൊക്കെ സ്കൂൾ ജീവിതത്തിലോ അല്ലെങ്കിൽ ക്യാമ്പസ് ജീവിതത്തിലോ നമ്മൾ നേരിടുന്ന ഒരു പ്രതിസന്ധിയാണ് ളുഹർ നമസ്കാരം എന്നുള്ളത്. പള്ളിയോ സ്കൂളിൽ പ്രയർ റൂമോ ഇല്ലെങ്കിൽ നമ്മുടെ ളുഹർ നമസ്കാരം എങ്ങനെയാണ് നാം നിർവഹിക്കേണ്ടത് എന്നുള്ളത്. നമസ്കാരം നമുക്കെല്ലാവർക്കും അറിയുന്നത് പോലെ തന്നെ 5 നേരത്തെ നമസ്കാരം ഇന്നസ്സലാത്ത കാനത്ത് അലൽ മുഅ്മിനീന കിതാബൻ മൗഖൂത, സമയം നിശ്ചയിക്കപ്പെട്ട ഒരു നിർബന്ധ ആരാധനകർമ്മമാണ്. അത് നിർവഹിക്കുക എന്നുള്ളത് ഒരു വ്യക്തി ബാധ്യതയാണ്. പ്രത്യേകിച്ച് ഒരു ബുലൂഗ് എത്തിക്കഴിഞ്ഞാൽ, പ്രായപൂർത്തി എത്തിക്കഴിഞ്ഞാൽ നമുക്കത് വാജിബാണ്. പലപ്പോഴും നമ്മൾ സുബ്ഹിക്ക് അവസരമുണ്ടാകാറുണ്ട്. അസർ ഒരു പക്ഷേ സ്കൂൾ കഴിഞ്ഞാൽ വീട്ടിൽ വന്നു കഴിഞ്ഞാൽ നമസ്കരിക്കാൻ അവസരം ഉണ്ടാവും. മഗ്‌രിബും ഇശാവും അതുപോലെ തന്നെ. പക്ഷേ ളുഹർ നമസ്കാരം പലപ്പോഴും ക്യാമ്പസിലായിരിക്കും. അതിൽ നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത്, നിങ്ങൾ ചെയ്യേണ്ടത് തൊട്ടടുത്തുള്ള പള്ളി, അതോടൊപ്പം തന്നെ അത്തരത്തിലുള്ള പ്രെയർ ഹാള്, സ്കൂളുകളിൽ അല്ലെങ്കിൽ ക്യാമ്പസുകളിൽ പ്രെയർ ഹാളുകളുണ്ടാവും. അത് ഉപയോഗപ്പെടുത്താം. നമുക്കൊരു അത്യാവശ്യ കാര്യങ്ങളുണ്ടെങ്കിൽ ഒരു പക്ഷേ ആ പറയുന്ന വസ്തുവോ സാധനങ്ങളോ കിട്ടാൻ വേണ്ടി എത്ര കഷ്ടപ്പെട്ടിട്ടാണെങ്കിലും നമ്മൾ യാത്ര ചെയ്തിട്ടാണെങ്കിലും പോകും. അപ്പോൾ നമുക്ക് തടസ്സമില്ലാത്ത രീതിയിൽ കുറച്ച് ദൂരം നടന്നാലും അല്ലെങ്കിൽ യാത്ര ചെയ്താലും നമസ്കരിക്കാനുള്ള അവസരം ഉണ്ടെങ്കിൽ സമയം ഒന്ന് ക്ലിപ്തപ്പെടുത്തി അത് പൂർത്തീകരിക്കുകയാണ് ഒരു വിശ്വാസി ചെയ്യേണ്ടത്. രണ്ടാമത്തത്, നമുക്ക് ക്യാമ്പസിൽ അതിനുള്ള അവസരങ്ങളില്ല. ചില സ്കൂളുകളിൽ ചില നിയമങ്ങളുടെ ഭാഗമായിക്കൊണ്ട് ചിലപ്പോൾ അവിടെ നമസ്കരിക്കാനുള്ള, അതായത് ക്ലാസ് റൂമിൽ നമസ്കരിക്കാം, അങ്ങനെയുള്ള അവസരങ്ങൾ ഉപയോഗപ്പെടുത്താം, അല്ലെങ്കിൽ പ്രെയർ ഹാൾ ഉപയോഗപ്പെടുത്താം. ചില സ്കൂളുകളിൽ അതിനുള്ള അനുവാദമില്ലെങ്കിൽ ആ അനുവാദത്തിന് ആവശ്യപ്പെടുകയാണ് നമ്മൾ ചെയ്യേണ്ടത്. ആവശ്യപ്പെടുക. ഇനി അതിനും മറ്റു പല തടസ്സങ്ങളുണ്ടെങ്കിൽ, പ്രത്യേകിച്ച് ബഹുസ്വര ഈ രാജ്യത്ത് നമുക്ക് അവകാശങ്ങളുണ്ടെങ്കിൽ പോലും മറ്റു പല സാങ്കേതിക തടസ്സങ്ങളുണ്ടെങ്കിൽ നമ്മൾ ചെയ്യേണ്ടത്, അങ്ങേയറ്റം എത്തുന്ന സമയത്ത് മാത്രമാണ് വീട്ടിൽ എത്തിച്ചേർന്ന് കഴിഞ്ഞാൽ ആ പറയുന്ന അസർ നമസ്കാരത്തിൻ്റെ സമയത്ത് എന്ത് ചെയ്യുക, ളുഹർ നമസ്കരിക്കുക എന്നുള്ളത്. അത് അങ്ങേയറ്റം, അതിൻ്റെ അർത്ഥം അങ്ങനെ നീട്ടി വെക്കണം എന്നല്ല, പരമാവധി അത്ര പോലും നമസ്കാരം ഒഴിവാക്കരുത് എന്നാണ് നമ്മൾ പറയുന്നത്. അതുകൊണ്ട് തന്നെ ആ ളുഹർ നമസ്കാരം നിങ്ങൾ പരമാവധി സ്കൂളുകളിലും ചുറ്റുപാടുള്ള പള്ളി, മറ്റു പ്രെയർ ഹാളിലൂടെ നിർബന്ധമായിട്ടും പൂർത്തീകരിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ അവസരം കണ്ടെത്തുക തന്നെ ചെയ്യാണ് ഒരു വിശ്വാസി ചെയ്യേണ്ടത്.